ഇന്നലെ കിട്ടിയത് 8ന്റെ പണിയാണെങ്കിൽ ഇന്ന് കിട്ടിയത് 16ന്റെ പണിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഗ്യാസ് തീർന്നിട്ട് കുഞ്ഞൻ പോയി ഗ്യാസ് ഊറ്റി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ട്, ഷൂന്നൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കുറ്റിന്നാണോ ഇനി നമ്മുടെ ട്യൂബിനകത്ത് നിന്നാണോ ഈ ലീക്ക് ഉള്ളതെന്ന് അറിയാൻ മേല. അതിൻ്റെ കൂട്ടത്തിൽ ഈ അടുപ്പിനകത്ത് ഈ ട്യൂബ് ഊരി മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ശ്രമത്തിൽ കുഞ്ഞൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ആ സുനാപ്പി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും മാറ്റണം. അങ്ങനെ എല്ലാം കൂടെ ആക്കി വണ്ടിയിലാക്കിയിട്ട് ഞങ്ങളിതാ നേരെ പിന്നെ ഇനി ഗോഡൗണിലോട്ട് പോവുകയാണ്. കുഞ്ഞിന് എല്ലായിടത്തും ഇറങ്ങി കയറി നടക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾക്ക് നല്ല കാലിന് വേദന ആയതുകൊണ്ട് ഞാൻ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഋതുവിനെ എടുക്കുന്നുണ്ട്. ഋതുവിനെ ഇപ്പോൾ വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവളെയും കൂടെ കൊണ്ടാട്ടോ പോയത്. അങ്ങനെ നേരെ നമ്മൾ ഗോഡൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് മാറ്റി തരണമെങ്കിൽ നമ്മൾ ഗ്യാസ് എടുക്കാൻ വന്ന സമയത്ത് അവര് തന്ന പേപ്പർ കൊടുത്താൽ മാത്രമേ മാറ്റി തരത്തുള്ളൂ. വീട്ടിൽ പോകണ്ടേ? അതൊന്ന് ചോദിച്ചു നോക്കാം അവിടെ പോയി. അവിടെ കിട്ടിയ പേപ്പറും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിരുന്നില്ല, ബുക്കും എടുത്തിരുന്നില്ല, മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പിന്നെ പോയിട്ട് ഇനി അവിടെ ചെന്നിട്ട് എന്താ അവർ പറയുന്നത് നോക്കിയിട്ട് ഇനി വീട്ടിൽ പോകാന്ന് പറഞ്ഞ നേരെ ഞങ്ങൾ പിന്നെ ഏജൻസിയിലോട്ട് കാണിച്ചപ്പോ അവർ ആദ്യം പറഞ്ഞത് ഒറിജിനൽ അല്ലെന്ന്. അവര് തന്നെ വന്ന് ഇട്ട് തന്ന സാധനം ട്യൂബും അത് അവരന്ന് നമ്മൾ മാറ്റിയപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങളുടേത് മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ആരുടെ ഇടാൻ പാടില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന സാധനം അല്ലായിരുന്നോ. അവരിങ്ങനെ നോക്കി ഇത് ഒറിജിനൽ അല്ല എന്നുള്ള രീതി പറഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൺസ്യൂമർ നമ്പർ വെച്ച് അവര് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് ഇത് ഒറിജിനൽ ആണ്. ചെക്ക് ചെയ്യോ ഒന്നുമില്ല, അതിനു മുമ്പ് അങ്ങ് പറയുക ഇത് ഒറിജിനൽ അല്ലോ. ബുക്ക് എടുക്കാൻ മറന്നു പോയതുകൊണ്ട് ഇനി ബുക്ക് എടുത്തിട്ട് 2 മണിക്ക് ശേഷം വരാൻ പറഞ്ഞു. ഇനി നമ്മള് വരണല്ലേ, ബുക്ക് എടുക്കാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ അവിടെ ഉള്ളവർ ഫുഡ് കഴിക്കാൻ പോകുന്നതുകൊണ്ട് ഇനിയിപ്പോഴൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളും വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങാമെന്ന് പറഞ്ഞ് പോവുക കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കാറിലിരുന്നപ്പോൾ ഈ റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് നല്ല സ്മെല്ല്, എനിക്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കാറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടത്. അപ്പോൾ അവരിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അവരോട് ഇച്ചിരി നേരം കാര്യം പറഞ്ഞിരുന്നു. അവർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുഞ്ഞൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് കുഞ്ഞെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയതും ഋതു ഉണർന്നിട്ടുണ്ടായിരുന്നു. അവിടെ ടി വിയുടെ സൗണ്ട് കേട്ടിട്ടാട്ടോ ആൾ ഉണർന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. ടി വി കാണാനൊക്കെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ കാണിക്കാറില്ല. അതിൻ്റെ ദേഷ്യം ഞങ്ങളുടെ മുടിയിലും മുഖത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ തീർക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ കാണിക്കാറില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പുതിയതായിട്ട് തുടങ്ങിയ കടയാട്ടോ. അതുകൊണ്ട് അന്നത്തെ ദിവസം അവിടെ ഓഫറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ പിന്നെ ഇതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മുടിയെല്ലാം കൂടെ മന്തി കഴിക്കും പോലെ കിടപ്പാ. ഒരു മന്തി കിട്ടിയാലും ഞാൻ കഴിക്കും. അമ്മയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഇപ്പം വരും, കുറ്റിയൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ഇതാ ഫുഡൊക്കെ പെട്ടെന്ന് വെക്കാമെന്ന് പറഞ്ഞ് മീനൊക്കെ കഴുകി വെച്ച്, ഇല്ലെങ്കിൽ ചമ്മന്തി അരച്ചെങ്കിലും ചോറ് തിന്നാന്ന് പറഞ്ഞ് ചമ്മന്തിക്ക് തേങ്ങയൊക്കെ തിരുവി അരച്ചെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ അമ്മ വന്നപ്പോൾ പറയായിരുന്നു, പിന്നെ നിങ്ങളെന്തിനാ വാങ്ങിച്ചത്, നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് പെട്ടെന്ന് ആക്കി എടുത്താൽ മതിയായിരുന്നല്ലോ. പക്ഷെ അന്നേരം തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ പിന്നെ ഫുഡ് 3 പേരും കൂടെയൊക്കെ കഴിച്ചു. ഋതുവിന് ഇതാ ഇവിടെ താഴത്തോട്ട് പായിട്ട് കിടത്തിയിട്ടുണ്ട്. ആളുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ ആളിങ്ങനെ നമ്മുടെ മുഖത്തോട് നോക്കിയിരിക്കും. എൻ്റെ ഋതുട്ടനാണെങ്കിൽ ഈ മാസം ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നടക്കുകയില്ല ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ആ ഒരു സിറ്റുവേഷനാണ്. അതെന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിച്ചു. കൊള്ളാം കേട്ടോ അവിടുത്തെ മന്തി. പക്ഷേ റൈസ് വേറെ ടേസ്റ്റാണ് എനിക്ക്. പക്ഷേ ഇങ്ങനത്തെ റൈസല്ല, വേറെ ടൈപ്പ് റൈസ് ഉണ്ട്, അതാണ് എനിക്ക് കൂടുതലിഷ്ടം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഋതുവിനാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ആൾ അനങ്ങാതെ കിടന്നോളൂ കേട്ടോ, നമ്മുടെ മുഖത്തോട്ട് നോക്കി. പിന്നെ കുഞ്ഞെന്താ ഒരു മാലയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഋതുവിൻ്റെ ചോറൂണൊക്കെ വരികയല്ലേ, അപ്പോഴത്തേക്ക് ഞാനൊരു മാല മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ചാണ് കേട്ടോ. രുദ്രാക്ഷത്തിൻ്റെ ഈ ടൈപ്പ് മാല ആൾക്ക് വേണമെന്ന് കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ രുദ്രാക്ഷമല്ല, കുഞ്ഞ് രുദ്രാക്ഷം അല്ലെങ്കിൽ മറ്റേ വേറൊരു തടി ടൈപ്പ് ഒരു സാധനം വരുമല്ലോ, അതിനകത്ത് ഇങ്ങനെ വെള്ളിയുടെ വെച്ചിട്ട് ഞാൻ കുഞ്ഞിന് ബർത്ത്ഡേക്ക് ഈ ഒരു കൈ ചെയിൻ വാങ്ങിച്ചപ്പോൾ ആ ഒരു ടൈപ്പായിരുന്നു നോക്കിയത്. പക്ഷെ അന്ന് ആ ഒരു ടൈപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാലയും ആ ഒരു ടൈപ്പാണെങ്കിൽ നല്ലതാണ്, സിൽവറിൻ്റെ ഇങ്ങനെ വരുന്നത് അടിപൊളിയായിട്ടോ. അല്ലെങ്കിൽ ഗോൾഡിൻ്റെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഗോൾഡൊന്നും നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ. അങ്ങനെ സിൽവറിൻ്റെ ഒരെണ്ണം വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. എല്ലാം കിട്ടിയോ? 190 രൂപ ഫ്രീ ആണോ? നമ്മളെ എഴുതി ഒപ്പിടിപ്പിക്കും, അവരുടെ ഒരു ബുക്കിൽ എഴുതി ഒപ്പിടിപ്പിക്കും. അതുകൊണ്ട് അവർ ഈ സാധനം വേണമെന്ന് പറഞ്ഞു.
ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ട്യൂബൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ വന്നു. ഇനി ഇതിനകത്ത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല കേട്ടോ, കാരണം അത് ഊരാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് ഇടാൻ നല്ല ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഗോഡൗണിൽ ആ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് മാറിയിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതി, അവരത് ഇട്ട് തരാം, ഊരിയിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും വീണ്ടും ഇവിടുന്ന് നേരെ ഞങ്ങൾ അവരുടെ ഗോഡൗണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആയിട്ട് മാറ്റി അവരിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവര് പെട്ടെന്ന് കിട്ടും, മറ്റേതും പെട്ടെന്ന് വലിച്ചൂരുകയും ചെയ്ത്. നമ്മള് ഇവിടെ മതി മുപ്പറ ഇടും. ഓടിച്ചിട്ട് പോലും വന്നില്ല. മറ്റേ സാധനത്തിന്റെ ചോദിച്ച് ഇറങ്ങി പോലെ അത് ഇടണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ടൈറ്റ് ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ആഞ്ഞു പിടിച്ചിട്ടും വരാത്തത് അവർ സിമ്പിളായിട്ട് ഊരിയിട്ട് ഇതാ അടുത്തത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ പിന്നെ നേരിതാ നമ്മൾ പിന്നെ 1-2 സാധനങ്ങൾ മേടിക്കാനും പിന്നെ നോക്കാനും ഒക്കെ കൊണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി ഇവിടെ ഒരു ടോയ് ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതായത് നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ വരികയാണല്ലോ, അപ്പോൾ അവന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ്, നോക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ വന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ആയിരിക്കണം അവന് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. 1-2 സാധനങ്ങൾ മൈൻഡിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെയാണ് ഇതാ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ബൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ സംഭവം അടിപൊളിയൊക്കെ ആണ്. പക്ഷെ അവനിപ്പോഴൊന്നും ഇത് ഓട്ടിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം കുറച്ചും കൂടെ ഇച്ചിരി വലിയ കുട്ടികൾക്ക് മാത്രമേ ഇത് ഓട്ടിക്കാൻ പറ്റുള്ളൂ. അവന് 1 വയസ്സാവുന്നേലേ ഉള്ളൂ. ഇതാണെങ്കിൽ കീ കൊടുക്കുമ്പോൾ ലൈറ്റ് കത്തുകയും പിന്നെ സൗണ്ട് കേൾക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്കിതിൻ്റെ സൗണ്ട് ഇടാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഭയങ്കര സൗണ്ടായിരുന്നു, പുറത്ത് വണ്ടികളൊക്കെ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കേൾപ്പിക്കാൻ. പിന്നെ ബുള്ളറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഋതുവാണെങ്കിൽ എല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പാവത്തിന് ഞങ്ങൾ ഇതുവരെ ടോയ് ഒന്നും വാങ്ങിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അവൾക്ക് എന്തെങ്കിലും നല്ല ടോയ്സൊക്കെ വാങ്ങിച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഇതാ നമ്മളൊരു ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 1-2 മെറ്റീരിയൽ എടുക്കണമായിരുന്നു, അതായത് നമ്മുടെ ഋതുട്ടൻ്റെ ചോറുടുപ്പിന് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അവിടുന്ന് ഇങ്ങനെ മെറ്റീരിയലൊക്കെ നോക്കി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് എല്ലായിടും കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അതുമല്ല ആൾ കുറച്ച് നേരമൊക്കെ നിൽക്കും, അത് കഴിയുമ്പോൾ ആൾ പാൽ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ബഹളം വെക്കും, പിന്നെ ആൾ നിർത്താതെ കരയും കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചധികം നേരം ഞാൻ എവിടെയും നിൽക്കാറില്ല. അങ്ങനെ അവിടെ നിന്നപ്പോഴും ഇതുകൊണ്ട് കരയാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് എടുത്തൊന്നുമില്ല, ഞാനിങ്ങി വന്നു കേട്ടോ. പിന്നെ എനിക്ക് നോക്കി നിൽക്കാൻ വയ്യ, കുറേ നേരം നോക്കിയിട്ടും സംഭവം ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ നേരെ നമ്മൾ പരാഗിലോട്ടാട്ടോ വന്നത്. അവിടെ കയറി നമ്മൾ ഈ ഒരു ഭാഗത്തായിരുന്നു, അത് ഈ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്തായിരുന്നു നമ്മൾ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു പോകും. ഇപ്പം വന്നപ്പോഴാണ് ഈ ക്ലോക്ക് ടവർ ഇതിൻ്റെ താഴത്തോട്ടാണ് എന്ന് ഞാൻ കാണുന്നത് തന്നെ കേട്ടോ. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാണാറുണ്ട്, പക്ഷേ ഇത്രയും ഇങ്ങനെ അത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇതാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുഞ്ഞാണ്ടിക്ക് നാരങ്ങ വെള്ളം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ, എനിക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ഇതാ നമ്മൾ പരാഗിലോട്ട് വന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും മെറ്റീരിയൽ ഇവിടെ വന്നിട്ട് എടുത്തത്, അതായത് ഓണത്തിന്. ഇത് മെറ്റീരിയലിൻ്റെ മാത്രം ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിട്ടോ വന്നത്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അവിടെ നിന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോളാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിണുങ്ങി ഇരിക്കുക കേട്ടോ. അവിടെ കയറിയപ്പോഴും കുറച്ച് നേരം നോക്കി നിന്നപ്പോഴത്തേക്ക് ആൾ ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം നേരം എനിക്ക് എവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ എന്താ വീട്ടിൽ വന്ന ഉടനെ ഗ്യാസൊക്കെ കുഞ്ഞം വന്ന് എല്ലാം ഫിറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി. ഞാൻ പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മേലിൽ നിന്ന് കഴുകിയിട്ട് വന്നു. അപ്പോഴത്തേക്ക് അമ്മ ചായയൊക്കെ ഇട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് മോക്കെടുത്ത് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവളെ ഞാൻ നേരത്തെ ഉറക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഉറക്കുന്നതിന് മുന്നേ അവളെ ഒന്ന് കുളിപ്പിക്കും, ഒന്നി തല നനയ്ക്കും, അല്ലെങ്കിൽ തല നനയ്ക്കാറില്ല, ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ നനയ്ക്കാറില്ല. എന്നിട്ട് കൊണ്ടുവന്നിട്ട് അവളെ ഞാൻ കളിപ്പിക്കും കേട്ടോ. നന്നായിട്ട് കളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഉറക്കാറുള്ളത്. അവൾ കുറച്ച് നേരം നമ്മളോട് കളിച്ചൊക്കെ കഴിയുമ്പോൾ ആൾ ക്ഷീണിക്കും, അത് കഴിഞ്ഞ് ആൾ ഉറങ്ങും കേട്ടോ. ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാം കമിഴ്ന്ന് വീഴക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തൊട്ടിലിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടത്തിലാട്ടോ കിടത്തുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, സീ യു.